നമുക്കിന്ന് വളരെ പെട്ടെന്നൊരു രസം തട്ടിക്കൂട്ടിയാലോ. കുറച്ച് പുളി വെള്ളത്തിലിടുക, താളിക്കാനുള്ള കറിവേപ്പിലയും പച്ചമുളകും ഇത് രണ്ടും മതി. പാൻ ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇടണം. അതിനുശേഷം നമ്മൾ വട്ടത്തിലരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ എടുത്ത് അതിലേക്കിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ. നല്ലവണ്ണം വഴറ്റുക. അതവിടെ ഇരുന്ന് പിന്നെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മളെടുത്ത് വെച്ച പുളി വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ ഉപ്പ് ഇതിത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. പുളി നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ കൊത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ മുളകിലേക്ക് നമ്മൾ വഴറ്റാൻ വെച്ചല്ലോ മുളക്, അപ്പോഴേക്കും മുളകൊരു കറക്റ്റായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പും പുളിയും പാകമാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഉപ്പുമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിനൊന്ന് തിളയ്ക്കാൻ വിടുക. ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങുമ്പോൾ അതിൽ നമുക്ക് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഇട്ട് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ നിന്ന് ചെറിയൊരു തിള വന്ന് തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടുപ്പിൽ തന്നെ വെച്ചിട്ട് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.